നമ്മൾ തമ്മിൽ കണ്ടത് എവിടെ വെച്ചാൽ സത്യ സ്റ്റുഡിയോയില. അന്ന് ഇദ്ദേഹം പ്രൊഡ്യൂസറായിട്ടാണ്. വെള്ളം അല്ലേ? എൻ്റെ ഞാൻ ആദ്യം ഒരു ഇതായിട്ടല്ലോ വന്നത്, ഒരു സിനിമ നിർമ്മാതാവായിട്ടാണ് വന്നത്. അപ്പോൾ ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത്. ഇങ്ങനെ അവിടെ ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്തിരിക്കുന്ന കാലഘട്ടം തമിഴ് സിനിമയിൽ. രവീന്ദ്രൻ, രജനീകാന്ത്, ഉദയരാഗം, അത് അല്ല അതിനുശേഷം രജനീകാന്തിൻ്റെ ഓപ്പോസിറ്റ് വില്ലനായിട്ട് കഴിച്ചു. ഞാൻ വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ചെയ്തെങ്കിലും അന്ന് അല്ല, അന്ന് ഞാൻ അദ്ദേഹം കാണുമ്പോൾ പ്രൊഡ്യൂസറായിട്ടാണ് വരുന്നത്. അതാ അന്ന് ശരിക്കും പറഞ്ഞാൽ പ്രൊഡ്യൂസറാണോ ആക്ടറാണോ എന്ന് തോന്നുന്നു. ഏറ്റവും മലയാളത്തിലെ കുഴപ്പമാണ് പിൻകാലത്ത് ദേവനെ ആക്ടർ ആക്കിയത്. ലഡു പോലെ അങ്ങനെ എല്ലാവരും കൂടെ സിനിമ നടനാക്കിയത്. അല്ല, അത് എന്താ തമിഴ്, തെലുങ്ക്, മലയാളം എല്ലാം. അതുകൊണ്ട് ദേവ നമുക്ക് നഷ്ടങ്ങളില്ലല്ലോ, കിട്ടിയതെല്ലാം നമുക്ക് ലാഭങ്ങളല്ലേ. ഈശ്വരാനുഗ്രഹം എന്നല്ലാതെ വേറെ എന്താ? ഈശ്വരാനുഗ്രഹം കിട്ടിയതൊക്കെ നമ്മൾ എല്ലാ ലാംഗ്വേജിലും നീ ചെയ്തില്ലേ? തമിഴ് ചെയ്തു, തെലുങ്ക് ചെയ്തു, എല്ലാം ചെയ്തു. വലിയ കാര്യമാണ്. കാരണം മലയാളി നമ്മുടെ ആക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴും തെലുങ്കിലൊക്കെ വലിയ വാല്യൂ ആണ്. അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ രാജൻ പി ദേവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടുത്തെ നമ്പർ 1 വില്ലനാണ്. എന്ന് വെച്ചാൽ എല്ലാ തരത്തിലുള്ള ഏത് ടൈപ്പ്, ഇപ്പോൾ എല്ലാ ഹീറോസിനും വളരെ പെറ്റാണ് അയാൾ. നല്ല ചിക്കൽസും വാങ്ങുന്നുണ്ട്, അത് വേറെ വിഷയം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അത് മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ആൾക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ. കാരണം നമ്മൾ അതായത് വേറെ ഒരു ലാംഗ്വേജിലും ഉള്ള നടീനടന്മാർ ഇവിടെ നിന്ന് ഷൈൻ ചെയ്യപ്പെട്ട സമയത്ത് നമ്മുടെ മലയാളീസാണ് അവിടെ ഷൈൻ ചെയ്യുന്നത്. നമ്മൾ മലയാളീസിന് മറ്റുള്ള ഭാഷ പഠിക്കാൻ വളരെ എളുപ്പമാണ്. അവർക്ക് ഇവിടെ വന്നിട്ട് ഈ അച്ചടി ഭാഷ സാധനം പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒന്ന്. രണ്ടാമത് ചങ്കൂറ്റം. അതുണ്ട്. നമുക്കുള്ള മാതിരിയുള്ള ചങ്കൂറ്റം വേറെ ഒരു ഭാഷയിലും ഇല്ല, ഒരു സ്റ്റേറ്റിലും ഇല്ല. അല്ലാണ്ട് രാജൻ അറിയാമല്ലോ നമ്മൾ ചെയ്യുന്ന ചില വീരസാഹസിക കാര്യങ്ങൾ. ഞങ്ങൾ ചെയ്ത 2-3 പടങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തു. അപ്പോൾ അവിടുത്തെ ചില അഭ്യാസങ്ങളുണ്ട്, അവിടുത്തെ വലിയ വലിയ ഹീറോസിൻ്റെ ചില അഭ്യാസങ്ങൾ ഞങ്ങൾ കാണുമ്പോൾ നമ്മൾ ഈ മമ്മൂട്ടി മോഹൻലാലിൻ്റെ മുമ്പിൽ നിന്ന് അഭിനയിച്ചിട്ട്, ഇത്രയും നല്ല നടന്മാരുടെ മുമ്പിൽ നിന്നിട്ട് അഭിനയിച്ചിട്ട് അവിടെ തെലുങ്കിൽ പോകുമ്പോൾ തെലുങ്ക് നായകന്മാരുടെ ആ ഒരു തന്നെ കോപ്പറാറ്റുകൾ കാണുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ അതും രാജൻ അവിടെ നിന്ന് ചിരിക്കും, ഞാൻ അവിടെ നിന്ന് ചിരിക്കും, അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ പോകുന്ന അത്ര കയ്യിലൊക്കെ അതാണ് ഭയങ്കരമായിട്ട്